കുഞ്ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഗാസയിൽ സമാധാനം പുലർന്നു എന്നാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. പുലർന്നു എന്നാണ് പല ആൾക്കാരും പറയുന്നത്, പക്ഷെ ഞാൻ ചോദിക്കുന്നത് അവിടെ സമാധാനം പുലർന്നു എന്നുള്ളതാണ്. ഗാസയിൽ ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ട്രംപിന്റെ അനുഗ്രഹാശിസുകളോടെ. ആ സമയത്ത് ഇപ്പോ നമ്മൾ കേൾക്കുന്നത് വീണ്ടും 20 പേര് മരിച്ചു എന്നുള്ളതാണ് ഗാസയിൽ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഗാസയ്ക്ക് അകത്ത് തന്നെ ഒരു സംഘർഷം തുടങ്ങിയിട്ടുണ്ട്. ഹമാസും അവിടെയുള്ള സായുധ പോലീസുമായിട്ട് അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു സംഘർഷമാണ് അവിടെ തുടങ്ങിയിരിക്കുന്നത്. അതിൽ 20 പേര് മരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഗാസയ്ക്കകത്ത് തന്നെ വീണ്ടും ഒരു സംഘർഷം, ഹമാസ് വീണ്ടും തലപൊക്കിയിരിക്കുന്നു. ഇനിയിപ്പോ അവിടുത്തെ ജനങ്ങളെ മുഴുവനായിട്ടും അവര് കെട്ടിയിടാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ ഈ സാഹചര്യത്തിൽ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഒരു പീസ് സമ്മിറ്റ് വിളിച്ചിട്ടുണ്ട്, ഇന്റർനാഷണൽ പീസ് സമ്മിറ്റ്. ഈ ലോകത്തിന്റെ സമാധാനത്തിനായി ഈജിപ്തിൽ വെച്ചാണ് നടക്കുന്നത്. ബന്ദികളെ അടക്കം കൈമാറും. അവിടെ വെച്ച് 20 ബന്ദികളെ കൈമാറുമ്പോൾ അപ്പുറത്തുനിന്ന് ഇസ്രായേൽ 200 ബന്ദികളെ തിരിച്ചു കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതൊരു വലിയൊരു പീസ് സമ്മിറ്റാണ്. ലോക രാജ്യങ്ങളിലെ സകല നേതാക്കന്മാരെ അതിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ലോക രാജ്യങ്ങളിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന് പോകില്ല എന്നുള്ളതാണ്. നരേന്ദ്രമോദി അതിന് പോയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യ എന്നൊരു പ്രതിനിധി അയക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നരേന്ദ്രമോദിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പോയിട്ടില്ല. എന്തായാലും മോദി അങ്ങോട്ടേക്ക് പോകാത്തത് ഇവിടെ നമ്മുടെ രാജ്യത്ത് വലിയ ചർച്ചാ വിഷയമായി. നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർ പറയുന്നത് ഡൊണാൾഡ് ട്രംപിനെ ഫേസ് ചെയ്യാൻ മടിച്ച്, നമ്മുടെ ഡൊണാൾഡ് ട്രംപിനെ പേടിച്ചാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങോട്ടേക്ക് പോകാത്തതെന്നാണ്. അങ്ങനെയാണോ കാര്യം? യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി പോകാത്തത്? ഇത് നരേന്ദ്രമോദിയുടെ നയതന്ത്രത്തിന്റെ എന്തെങ്കിലും ഭാഗമാണോ? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അതായത് മോദിയെ മനസ്സിലാക്കാൻ ലോകത്തുള്ള പല രാജ്യങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇന്ത്യയിൽ കിടക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നതാണ്. അവരിപ്പോഴും പരാജയത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്നതെന്നാണ് പറയാനുള്ളത്. നമ്മൾ കണ്ടതാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെറുതെ എങ്ങും പോകാറില്ല. അദ്ദേഹം പോകുന്നത് തന്റെ രാജ്യത്തിന് നേട്ടമുണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് പോകുന്നത്. അതല്ലാതെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് വിളിക്കുമ്പോൾ അത്താഴവും കഴിക്കാനോ തോളത്ത് കൈയിടാനോ വെറുതെ ഒരിക്കലും പോയിട്ടുമില്ല. എന്നൊക്കെ നരേന്ദ്രമോദി ഏതൊക്കെ രാജ്യത്ത് പോയിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ നമ്മളുമായിട്ടുള്ള ബിസിനസ് ഡീലുകളും മറ്റുമാണ് അവിടെ കരാർ ഒപ്പുവെക്കാറ്. നമ്മൾ ഇതിനു മുമ്പ് ഒരെണ്ണം കണ്ടു. ഈ G7 ഉച്ചകോടിയിൽ ശ്രീ നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. അന്നേരം ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് വിളിച്ചു. കാനഡയിൽ വെച്ചായിരുന്നല്ലോ നടന്നത്. അപ്പോൾ ഒന്ന് വന്നിട്ട് പോകണം, നമുക്കൊരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ആയിരുന്നെങ്കിൽ അവിടെ കുമ്പിട്ട് നിന്നേനെ. പക്ഷെ മോദി പറഞ്ഞു എനിക്ക് അല്പം തിരക്കുണ്ട്, പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മോദി വന്നിട്ട് ഏതിലാണ് പങ്കെടുത്തതെന്ന് ചോദിച്ചാൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പങ്കെടുത്തത്. അതായിരുന്നു പുള്ളിയെ സംബന്ധിച്ച് ഫസ്റ്റ് പ്രിഫറൻസ്, പ്രധാനം. എൻ്റെ രാജ്യത്ത് നടക്കുന്ന എൻ്റെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക, അതിന്റെ കൺവെൻഷനിൽ പങ്കെടുക്കുക എന്നുള്ളത് അതിന് വന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും ഈജിപ്തിൽ 20ഓളം രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന കൈറോയിൽ വെച്ചിട്ടുള്ള ഒരു സമാധാന ചർച്ച, പീസ് മീറ്റിംഗ് ആണ്. അത് ഗസയാണ് പ്രധാന വിഷയം, ഗസയിൽ സമാധാനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം പലസ്തീന്റെ അംബാസഡർ, ഇന്ത്യയിലുള്ള ആ അംബാസഡർ മലയാളികൾക്കൊക്കെ ഇപ്പോൾ സുപരിചിതനായിരിക്കും. കാരണം ഈ അടുത്ത് നമ്മുടെ കേരളത്തിൽ വരികയും നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ സ്നേഹാദരങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പത്രക്കാർ ചോദിച്ചു ഈ ഇന്ത്യ ഇല്ലേ ഇതിൽ നിന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഇല്ലാതെ എന്ത് ഗസ കരാർ, ഇന്ത്യ ഇല്ലാതെ എന്ത് സമാധാനം, ഇന്ത്യ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല, തങ്ങൾക്ക് അതിന് കഴിയുകയുമില്ല എന്നാണ് അംബാസഡർ പറഞ്ഞത്. അതിനുശേഷമാണ് ഈജിപ്തിലേക്ക് പോകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രംപ് നേരിട്ട് ക്ഷണിക്കുന്നു. അമേരിക്ക നേരിട്ട് ക്ഷണിക്കുകയാണ്, അല്ലാതെ കുറിമാനം കൊടുത്തു വിടുകയല്ല, നേരിട്ട് ക്ഷണിക്കുന്നു. പക്ഷെ മോദി പോകാൻ തയ്യാറാകുന്നത്. അപ്പോഴേക്കും ഇവിടെയുള്ള സുടുക്കളും ഒപ്പം തന്നെ ട്രംപിന്റെ ഭക്തരായ ചില ഗ്രൂപ്പുകളുമൊക്കെ മോദിക്ക് പേടിയാണ് എന്നുള്ളത്. മോദിക്ക് പേടിയല്ല, മോദി നിങ്ങൾ പഠിച്ച സ്കൂളിലല്ല പഠിച്ചത് എന്നുള്ളത് കൊണ്ടാണ്. കാരണം അവിടെ നരേന്ദ്രമോദി എത്തിയാൽ സംഭവിക്കുക എന്താണെന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം, അരിയാഹാരം കഴിക്കുന്ന ഏവർക്കും അറിയാം. ട്രംപാണ് മറുഭാഗത്ത്. അദ്ദേഹം കൈപിടിച്ച് കുലുക്കുകയും എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യും. മോദി അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറുമ്പോൾ ട്രംപ് പത്രക്കാരെ വിളിച്ചു കൂട്ടി പറയും എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയിട്ടുണ്ട്, ഇപ്പോൾ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് മോദി നിർത്തുമെന്ന് എന്നോട് പറഞ്ഞു, പിന്നെ വ്യാപാര കരാറ് പാലുൽപ്പന്നങ്ങൾ മാത്രം മതിയോ, ഞങ്ങളുടെ ഇന്ത്യക്കാരുടെ ജീവിതം കൊണ്ടെടുത്ത് കൈ തരട്ടെ എന്നൊക്കെ പുള്ളി എന്നോട് ചോദിച്ചു എന്നൊക്കെ ഈ വിടുവാത്തരം പറയുന്നതിന് ഒരു മടിയും ഉണ്ടാകില്ല. അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് പോയില്ല എന്ന ചോദ്യത്തിന് ഉത്തരം ബെഞ്ചമിൻ നെതന്യാഹു നിന്ന് നൽകിയിട്ടുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവോ ഇസ്രായേലിന്റെ ഉദ്യോഗസ്ഥന്മാരോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. അതായത് ബെഞ്ചമിൻ നെതന്യാഹു മോദിയുടെ മനസ്സ് കണ്ടിട്ടാണോ, മോദി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ആശയവിനിമയം നടത്തിയിട്ടാണോ പോകാത്തത് എന്നുള്ള ഒരു ചർച്ചയാണ്. നെതന്യാഹു എന്തുകൊണ്ട് പോയില്ല എന്നൊരു ചോദ്യം ഉണ്ട്. എന്തുകൊണ്ട് പോയില്ല, സിമ്പിളാണ് ഉത്തരം. ബെഞ്ചമിൻ നെതന്യാഹു മുൻപോട്ട് തുടക്കം മുതലേ വെച്ച കാര്യം, ഹമാസിനെ നിരായുധരാക്കണം, അവര് ഗസയുടെ ഭരണത്തിൽ
ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ കരാർ വന്നതിന്റെ അടുത്ത ദിവസം നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഹമാസിന്റെ ഈ പറയുന്നവന്മാര് അല്ലെങ്കിൽ പോരാളികൾ അല്ലെങ്കിൽ അവരുടെ സൈനികർ തോക്കും മറ്റുമായിട്ട് ഗസയുടെ തെരുവോരങ്ങളിൽ നിരക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതായത് അവർ ഹമാസ് മടങ്ങി വന്ന് ഗസയുടെ മൊത്തം നിയന്ത്രണം പിടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടു. ഒപ്പം തന്നെ അതോടുകൂടി തന്നെ ഇസ്രായേൽ മുൻപോട്ട് വെച്ച അവരുടെ പ്രധാനപ്പെട്ട 2 ഡിമാൻഡുകൾ ഒരുപാട് പിന്നോക്കം പോകേണ്ടി വന്നു. അതായത് അടിച്ചു കയറി ജയിക്കുന്നതിന്റെ വക്കിൽ നിൽക്കുകയായിരുന്നു ഇസ്രായേൽ എന്ന് പറയേണ്ടി വരും. കാരണം ഗസ ഏതാണ്ടൊക്കെ ഒരു ചുടലപ്പറമ്പാക്കിക്കൊണ്ട് അവരുടെ അതിന്റെ ഒരു വിജയത്തിന്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് ട്രംപ് നോബൽ സമ്മാനം അരികിലെത്തി നിൽക്കുന്ന ആ മണിക്കൂറുകളിൽ, അതായത് മിനിഞ്ഞാന്നായിരുന്നല്ലോ അത് പ്രഖ്യാപിച്ചത്, അതിനു മുമ്പായിരുന്നല്ലോ ഈ ഇറുതി പിടിച്ചിട്ടുള്ള കരാറ്. ഏതായാലും അത് സൂപ്പാക്കി. അപ്പോഴേക്കും ഹമാസ് വീണ്ടും അവിടെ പിടിമുറുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. തോക്കും പിടിച്ച് നിൽക്കുന്ന ഹമാസുകാരെയാണ് കാണാൻ കഴിഞ്ഞത്. ഈ ഒരു ഘട്ടക്കലിപ്പിലാണ് ബെഞ്ചമിൻ നെതന്യാഹു പോകാഞ്ഞത്. കാരണം ഈ ഒരു സമാധാന കരാറും മീറ്റിങ്ങും ഒന്നുമില്ല. അവിടെ കുറെ പേര് കൂടിയിരുന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്ക് ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും കഴിച്ച് പിരിയുമെന്നല്ലാതെ ഒരു കാര്യവുമില്ല. ഇനി ഈ ചർച്ച പരാജയപ്പെട്ടാൽ എന്താ, നരേന്ദ്രമോദി ഇതിൽ പങ്കെടുക്കുന്നു എന്ന് കരുതുക. നരേന്ദ്രമോദി പങ്കെടുത്തതിന് ശേഷം ഈ കരാറിൽ എന്തെങ്കിലും തരത്തിൽ ഈ കരാർ 8 നില പൊട്ടുമെന്നുള്ള കാര്യം ഏതൊരു കൊച്ചുകുഞ്ഞിനും അറിയാം. ഈ കരാർ നിലനിൽക്കുന്നതല്ല എന്ന് നമുക്കറിയാം. അതിന്റെ തെളിവുകൾ ഇപ്പോൾ തന്നെ ഗസയിൽ നിന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് വരാം നമുക്ക്. ഏതായാലും മോദി ഈ കരാർ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. നാളെ ഈ കരാർ പൊളിഞ്ഞു, ഇസ്രായേൽ വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ലോക നേതാക്കളും ഇന്ത്യയിലുള്ള നേതാക്കളും ചോദിക്കും, മോദി ഇടപെടുന്നില്ലേ? നിങ്ങളെല്ലാം കൂടെ പോയിട്ടായിരുന്നല്ലോ അസമാധാന കരാർ നടപ്പാക്കിയത്, നിങ്ങൾക്ക് എന്ത് ഇടപെട്ടാൽ? നിങ്ങളല്ലേ ഇതിൽ ഇടപെടേണ്ടത്? അതായത് നരേന്ദ്രമോദിയും ഇന്ത്യയും ഈ ഗസ അല്ലെങ്കിൽ ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിന്റെ ഒരു ഭാഗമായി തീരും. മോദിക്ക് തലക്കോളമൊന്നുമില്ല വെറുതെ കൊണ്ട് അവിടെ കൊണ്ട് തലവെച്ച് കൊടുക്കാനായിട്ട്. സിമ്പിൾ ലോജിക്കാണത് അവിടെ. കാരണം നമ്മളുമായിട്ട് പുലബന്ധമില്ലാത്തൊരു വിഷയം, നമ്മളുമായി നല്ല ബന്ധമുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, നമ്മളുമായി നല്ല ബന്ധമുള്ള ഇസ്രായേൽ, ഇവരുടെ ഇടയിലെ കണ്ണിന്റെ കരടാകുന്നതിനാണ്. നമ്മൾ ട്രംപ് അല്ലല്ലോ നരേന്ദ്രമോദി. അവിടെ പോയിട്ട് ആവശ്യമില്ലാതെ നിലവെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഈ ചർച്ചയെ പങ്കെടുക്കുക. അത് കഴിഞ്ഞ് നാളെ വരുമ്പോൾ ഈ ചർച്ച എടുത്ത തീരുമാനങ്ങൾ, കരാർ പൊളിയുന്നു, ഇസ്രായേൽ വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നു, അമേരിക്ക നടത്തുന്നു. അപ്പൊ ഇവിടെ കിടക്കുന്ന കൊച്ചുകുട്ടി പോലും ചോദിക്കും, മോദിയല്ലേ അവിടെ പോയിട്ട് എല്ലാം ശരിയായി? അങ്ങനെ തന്നെ വരും, മോദിയുടെ തലയിലെ വരും അവസാനം. മോദിയല്ലേ അവിടെ പോയിട്ട് എല്ലാം സെറ്റ് ആക്കിയത്, അപ്പൊ മോദി ഇടപെടണ്ടേ, സമാധാനം കൊണ്ടുവരണ്ടേ എന്ന് ചോദിക്കും അല്ലേ? ഇത് നമ്മള് അതാ ഞാൻ പറഞ്ഞത്, മോദിയെ ഇതുവരെ പഠിക്കാൻ ഇവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് തുടർച്ചയായി പരാജയമറിയാതെ ഈ ഇന്ത്യ പോലെ മഹാരാജ്യം 2500 രജിസ്റ്റേർഡ് പാർട്ടിയുള്ള 140 കോടിയുള്ള ജനത്തിനെ ഭരിക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ചില്ലറ തലയൊന്നും അല്ല പുള്ളിയുടേത്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അല്ലാതെ ട്രംപിനെ പേടിച്ചിട്ടല്ല, ട്രംപിനെ പേടിക്കേണ്ട കാര്യമില്ല. ഇനി നരേന്ദ്രമോദി ട്രംപിനെ കാണും ഒരേ ഒരു കാര്യത്തിനുള്ള, അതെന്തെങ്കിലും ഒരു ഉറച്ച തീരുമാനം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്നാൽ മാത്രമായിരിക്കും ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇനി മോദിയും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച ഉണ്ടാകുള്ളൂ. അതല്ലാതെ കൈപിടിച്ച് കുലുക്കാനും കെട്ടിപ്പിടിക്കാനുമായിട്ടൊരു ഒരു കൂടിക്കാഴ്ച ഇനി ഉണ്ടാകില്ല. 100% ഉറപ്പ്. ഉണ്ടാകണമെങ്കിൽ ഒന്നുകിൽ വ്യാപാര കരാറിന്റെ ഡീൽ ഒപ്പുവെക്കുന്ന ആ ഒരു ദിനങ്ങളായിരിക്കാം, ഇല്ലെങ്കിൽ അതുപോലെ പ്രാധാന്യമുള്ള മറ്റൊരു ദിനങ്ങളായിരിക്കും. കാരണം കൂടിക്കാഴ്ച നടക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ കോഡ് ഉച്ചകോടി ഇന്ത്യ വെച്ചാണ് നടക്കുന്നത്. അതിപ്പോ ഇല്ലാതായല്ലോ, ഇല്ല, ഉച്ചകോടി ഇല്ല എന്നാണ്. പിന്നെ വേറെ ഓപ്ഷൻസും ഇല്ല. അവിടെ നിൽക്കട്ടെ കളി. ഇത് തന്നെയാണ് അതിന്റെ ഉത്തരം. ഇനി ഗസയിൽ സമാധാനം പുലരില്ല എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. 27 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മുഗ്ദുഷ് എന്ന് പറയുന്ന, അതായത് മുഗ്മുഷ് എന്ന് പറയുന്ന ഒരു ഗോത്രവർഗം, ഈ മുഗ്മുഷ് എന്ന് പറയുന്ന ഗോത്രവർഗത്തിന്റെ പല ഷെൽട്ടറുകളും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തകർത്തിരുന്നു. അവരെ എല്ലാം കൂടി ഈ IDF ഇസ്രായേൽ സേന ജോർജ് ദാനിയൻ എന്ന് പറയുന്ന ഒരു ആശുപത്രിയിൽ പാർപ്പിച്ചിരുന്നു. ഈ പറയുന്ന ഈ ദുഗ്മുഷ് ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളെല്ലാം. അത് ഇന്ന് പുലർച്ചയോടുകൂടി ഹമാസ് പിടിച്ചെടുത്തു. അവിടെ നിന്ന് ദുഗ്മുഷുകാരെ, ഈ ഗോത്രവർഗക്കാരെ പുറത്താക്കി. അവിടെ നടന്ന സംഘർഷത്തിലാണ് ഈ 27 പേര് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതായത് ഹമാസിന്റെ അധികാരം പിടിക്കുവാനായിട്ട് ഗസയിൽ ശക്തരായിട്ടുള്ള ഒരു ഗോത്രവർഗമായ ദുഗ്മുഷുകളും ഹമാസും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ച. ഇത് ഈ ഇസ്രായേലിന്റെ പ്ലാൻ അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇസ്രായേല് വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ദുഗ്മുഷ്. അതായത് ഹമാസിനെ ഒതുക്കാൻ വേണ്ടി അവിടെ തന്നെ ഇവർ സപ്പോർട്ട് ചെയ്തൊരു വിഭാഗമാണ്. അപ്പോൾ അത് തീരുമോ? ഇല്ല. ഇവിടെ കൊണ്ട് നരേന്ദ്രമോദി തലവെച്ച് കൊടുക്കണം, ഒരാവശ്യവുമില്ല. കാരണം കയ്യാല വല്ലോടത്തും കിടക്കുന്ന ഒരു വിഷയം, അത് തോട്ടിയിട്ട് മേടിക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല. നമ്മുടെ രാജ്യത്ത് തന്നെ അനവധി പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളിൽ അനവധി പ്രശ്നമുണ്ട്. നമ്മുടെ രാജ്യത്തു നിന്നും കിലോമീറ്റർ അകലെയുള്ള ഒരു രാജ്യത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് പോയി നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയും നമ്മുടെ രാജ്യത്തിന്റെ ആത്മാഭിമാനവും സമയവും ഊർജവും ഒക്കെ കളയേണ്ട ആവശ്യം മോദിക്കുണ്ടോ? ഇല്ല. കാരണം മോദി വർക്ക് ചെയ്യുന്നത് തല കൊണ്ടാണ്, അതല്ല ഷോ കൊണ്ടല്ല. അതാണ് അത് തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇത് തന്നെയാണ് ഈ ഇതില്, അതായത് ഈ കരാർ എങ്ങും എത്തില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം അതിനകത്തൊരു ശാശ്വതമായ ഒരു സമാധാനമായിരുന്നെങ്കിൽ ഒരുപക്ഷെ നരേന്ദ്രമോദിയോ കുറഞ്ഞ പക്ഷം എസ് ജയശങ്കറോ എങ്കിലും ഇതിൽ പോകേണ്ടതായിരുന്നു. ഇപ്പൊ ഏതായാലും വിദേശകാര്യ സഹമന്ത്രി മാത്രമാണ് അതിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമാണ്, എല്ലാവരും കൂടെ വിളിക്കുമ്പം പോകണമല്ലോ. അങ്ങനെ നമ്മളുമൊക്കെ അങ്ങനെയല്ല ചെയ്യുന്നത്.
ഏതെങ്കിലും ഒക്കെ ചടങ്ങിന് വിളിക്കും, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. വീട്ടിലുള്ള ഏതെങ്കിലും ഒരു കൊച്ചു പയ്യനെ പറഞ്ഞു വിടും, നീ പോയിട്ട് വാ എന്ന് പറയും. അത്രയും പോയി തല സംഭവം കാണിച്ചിട്ട് മാത്രമായിട്ട് എന്നെ കണ്ടാൽ മതി. തല കാണിച്ചിട്ട് വരും, അത്രയേ ഉള്ളൂ.